ഓപ്ഷൻ വരുന്നത് G4 തന്നെയാണ്. G4 ആണ് അല്ലെ. 2013 കമ്പനിയിൽ തന്നെ വന്നതാണ് ടൈപ്പ് 4. പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ല. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഇതും പറഞ്ഞ പോലെ ഹിസ്റ്ററി എടുത്തിട്ടില്ല. ഇല്ലല്ലേ. ഓട്ടം കറക്റ്റ് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതർ സ്റ്റേറ്റ് വണ്ടി ആകുമ്പോക്ക് പിന്നെ അപ്പനില്ലാത്ത വണ്ടികളാണ്. അത് മെയിൻ ആയിട്ട് ഇത് മാത്രം നോക്കിയാൽ മതിയല്ലേ, റീപ്ലേസ് കാര്യങ്ങള് അല്ല. അതെ. പിന്നെ ഈ കിലോമീറ്റർ എല്ലാം ബ്രോ ചെക്ക് ചെയ്യുന്ന ആൾക്ക് അറിയാൻ പറ്റൂലേ, ഈ ഓടിച്ചു നോക്കുമ്പോ മനസ്സിലാവൂലേ? അത് പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അറിയുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഓട്ടത്തിൽ തന്നെ. അടിച്ച അടയാളം കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല തട്ടിയ ഒരു അടയാളം ഒന്നും കാണുന്നില്ല. ഇതൊക്കെ നിങ്ങള് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മള് നോക്കിയെടുത്തതാണ്. നിലവിലെ അതർ സ്റ്റേറ്റ് ആണ്, UP ആണ്. അതെ. ഇത് എത്രയാണ് ബ്രോ ആസ്ക് ചെയ്യുന്നത്? നമ്മൾ നമ്പർ ആക്കിയിട്ട് 680 ആണ് ചോദിക്കുന്നത്. ഓക്കെ. ഇപ്പൊ നിലവിൽ ഇത് നമ്പർ ആയിക്കണോ കേരള? മലപ്പുറത്ത് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? വെയിറ്റ് ചെയ്യാണ്. അതെ. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് 50 പീസ് കാറുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് വള്ളാമ്പ്രം എക്സോട്ടിക് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. മാക്സിമം 90,000 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. എല്ലാത്തരം വാഹനങ്ങളുണ്ട് കേട്ടോ. കൂടുതലും ഇവിടെ 7 സീറ്റ് വാഹനങ്ങളാണ്. ഇന്നോവ കാർ ഇവിടെ കുറെ പീസ് ഉണ്ട്. ആൾട്ടോ കാറിന്റെ പൈസക്കൊക്കെ ഇന്നോവ കാർ കിട്ടും. അതും ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയ വണ്ടികളാണ്. ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്ന ഇപ്പോ ഇന്നോവ എടുക്കണമെന്ന് പുതിയ എല്ലാവർക്കും ഉണ്ടാവില്ലേ അല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ക്രിസ്റ്റ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, പിന്നെ ചെറുവണ്ടികൾ. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് സിയാദ് ബ്രോ ആണ്. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? മൂപ്പര് ജസ്റ്റിനാണ് ഇതിന്റെ ഓണർ. അപ്പൊ മൂപ്പര് ഇവിടെ നടത്തിപ്പാണ്. പിന്നെ കച്ചവടം എന്തുപാട്? ഉഷാറാണ്. എത്ര വണ്ടികളുണ്ട് ഇവിടെ മാക്സിമം? നിലവിലൊരു 30 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. 30ന്റെ അടുത്ത് വണ്ടി സ്റ്റോക്ക് ഉണ്ട്. എക്സ്ചേഞ്ച് ചെയ്യലുണ്ടോ? എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. ഇനിയിപ്പോ ചെറിയ വണ്ടികളൊക്കെ നിങ്ങൾ കൊടുത്തിട്ട് വലിയ വണ്ടികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ഏത് ജില്ലക്ക് വേണമെങ്കിലും നിങ്ങൾ ഡെലിവറി ചെയ്തു കൊടുക്കും. ഓക്കെ. എങ്ങനെയാണ് പ്രേക്ഷകരോട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ നമ്മള് മലപ്പുറം ജില്ലയിലാണ്. വള്ളാമ്പ്രം എന്ന സ്ഥലത്തിന്റെ അടുത്താണ്. ഏകദേശം മലപ്പുറത്തേക്ക് വരുന്നതായി. മലപ്പുറത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ. ഈ കറക്റ്റ് പ്ലേസ് വെച്ചാൽ വള്ളാമ്പ്രം. അതായത് ഇപ്പൊ കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ടെങ്കിലും മലപ്പുറം റോഡിൽ കയറണം കേട്ടോ, മഞ്ചേരി റോഡല്ല. അപ്പൊ മലപ്പുറം റോഡിൽ കയറുമ്പോൾ തന്നെ ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ ആട് കിട്ടുന്നത്. ഒരു പള്ളിന്റെ നേരെ മുമ്പിലാണ് എക്സോട്ടിക് യൂസ്ഡ് കാർ ഷോറൂം. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവര് വിട്ടുതരും. അപ്പൊ ബ്രോ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കല്ലേ. മാക്സിമം വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണേ. കാരണം എന്താ വെച്ചാൽ വലിയ വാഹനങ്ങളൊക്കെ ചെറിയ പൈസക്കാണ് നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ ആദ്യമായിട്ട് നമുക്കൊരു ഇന്നോവ കാറിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഇത് ബ്രോ മോഡൽ എത്ര വരുന്നേ? 2012 മോഡൽ. ഓക്കെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഏകദേശം മീറ്ററിൽ കാണിക്കുന്ന 1.5-ാണ്. ജെന്യുവിനാ ചാൻസ് ഇല്ല. ഒരു അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഓൾറെഡി ഇപ്പൊ KL10 നമ്പർ ആയിട്ടുണ്ട്. പിന്നെ മെയിൻ ഗ്ലാസ് മാറിനാ? ഇല്ല. ഇത് റീപ്ലേസ് ഒന്നുമില്ല. ഇത് റീപ്ലേസ് ഇല്ല, മെയിൻ ഗ്ലാസ് ഇല്ല. ഓക്കെ. വേറെ ബോണറ്റ് ഡിക്കൊന്നുമില്ല? ഇല്ല. ഇത് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഇത് ഓപ്ഷൻ വരുന്നത് G4 ആണ്. G4 ആണ് ഓപ്ഷൻ വരുന്നത്. നിലവിൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ്. പക്കാണ്. നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. വണ്ടി പക്ക മൂപ്പര് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതില് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങള് ബോണറ്റാണ് മെയിൻ ആയിട്ട് നോക്കണ്ടത്. ബോണറ്റ് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മേജറായിട്ട്. പിന്നെ ഈ മെയിൻ ഗ്ലാസ് പിന്നെ സാധാരണ ഇതില് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇല്ല കേട്ടോ. അല്ല, ഞാൻ ബാക്കിയുള്ള വണ്ടികളെ പറ്റി പറയുമ്പോൾ ഇപ്പൊ മെയിൻ ഗ്ലാസ് റീപ്ലേസ് അതർ സ്റ്റേറ്റ് വണ്ടികൾ ഏകദേശം 95% മാറിയിട്ടാണ് വരുന്നത്. അപ്പോ വണ്ടിന്റെ എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഇത് എത്രയാണ് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? 580 ആണ് ആസ്ക് ചെയ്യുന്നത്. 580 അല്ല. 2012 G4 ആണ്. 580 ആണ് മൂപ്പര് ചോദിക്കുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇവിടെ ഒരു ആൾട്ടോ കാർ എടുക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ഒരു മഹീന്ദ്രന്റെ XUV 7 സീറ്റർ വാഹനം തന്നാലോ? ഏതാണ് ബ്രോ മോഡല്? 2012 മോഡലാണ്. നിലവില് 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓട്ടം വൈഡാണ്. വണ്ടി ക്വാളിറ്റി ആണോ? ക്വാളിറ്റി വണ്ടിയാണ്. എന്ത് വർക്ക് ചെയ്യാനുണ്ടോ? ഇല്ലല്ല, ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ടച്ചിങ് കാര്യങ്ങൾ ഇങ്ങനെ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നല്ലാതെ മേജർ എഞ്ചിൻ പരമായിട്ട് യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് ഇല്ല, ഒന്നുമില്ല. സബ്ടീക്ക് അല്ലേ? അതെ. എത്ര കൊടുക്കേത്? 3,75. 3,75,000 രൂപ കൊടുക്കാം. കുറച്ചു കൊടുക്കോ? ചെറുതായിട്ട്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. വില പിന്നെയും താത്തി തരും കേട്ടോ. ഇത് XUV 500 ആണ്. അതെ. ഓക്കെ. ഇവിടെ ദുനിയാവിന്ന് എവിടുന്ന് കിട്ടാത്ത വിലയിൽ ഒരു ഇന്നോവ ക്രിസ്റ്റയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്.
എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? 2017 മോഡലാണ്. ആ, നിലവിലെ സിംഗിൾ ഓണർ ആണ്. ഓക്കെ. 2 ലക്ഷം കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. അതെ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. എല്ലാ ഭാഗം ഫിറ്റ് കേട്ടോ. നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. അത്രയ്ക്ക് പക്ക വണ്ടിയാണ്. ഇവിടെ അടുത്ത് മലപ്പുറം ടൊയോറ്റന്റെ ഷോറൂം ഉണ്ട്. അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. വണ്ടി അത്രയും പക്കാന്ന് മൂപ്പരാണ് പറയുന്നുള്ളത് കേട്ടോ, ഞാനല്ല. ഇത് എത്ര കൊടുക്കരുത്? ഇതൊരു 12,000 കൊടുക്കാം. 12,50 തരും. അതും NOC അല്ല കേട്ടോ, നമ്പർ ആക്കിയിട്ട് 12,50 തരും. 2017 ക്രിസ്റ്റ. അതെ. G4 അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. കേരളത്തിൽ ആര് തരും ഈ വിലക്ക്? ഒരു ടെൻഷനും വേണ്ട. പുഷ്പ സ്റ്റാർട്ട്, ആൻഡ്രോയിഡ് സെറ്റ്, നല്ല കട്ടുള്ള ടയർ, ഡീസൽ വണ്ടി, 20 കിലോമീറ്റർ മൈലേജും കിട്ടും ഇതില്. ഇത് ഹ്യുണ്ടായിന്റെ i10 ഗ്രാൻഡ് ആണ്. ഏതാണ് ബ്രോ ഇത് മോഡൽ? 2014 മോഡലാണ്. ഏകദേശം 1 ലക്ഷം കിലോമീറ്ററിന്റെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഫുൾ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഫുൾ ഓപ്ഷനാ? എങ്ങനെയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മള് 290 ചോദിക്കുന്നത്. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. മാറ്റം ഉണ്ടാവും അല്ലെ? 290 ചോദിക്കുന്നത്. ഒരു ഡീസൽ വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു ഇന്നോവ കാർ പ്രൈസ് നമുക്ക് അവസാനം പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം ആദ്യം. ഇത് ഓപ്ഷൻ വരുന്നത് ഏതാ? വി ആണ്. മോഡൽ വരുന്നത് 2005 മോഡൽ. ഓക്കെ. നിലവിൽ ടൈപ്പ് 4ലേക്ക് വണ്ടി കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഈ റീപ്ലേസ് എന്താ ഉള്ളത്? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. വേറെ നിലവിൽ ഇപ്പൊ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ എന്തായാലും കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടീഷൻ പെർഫെക്റ്റ് ആക്കിയിട്ട് കൊടുക്കുള്ളൂ അല്ലെ? ചെറിയ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. ഇനിയിപ്പോ ആരെങ്കിലും പെട്ടെന്ന് ഓടിച്ചാടി വന്നെങ്കിൽ ചിലപ്പോ വർക്ക്ഷോപ്പിൽ ആയിരിക്കും വണ്ടി അല്ലെ? അതെ. കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ട്. പായക്കത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോ വേറെ മേജർ ആക്സിഡന്റ് ആയ വണ്ടി ഒന്നും അല്ല. എത്ര ഇത് കൊടുക്കാം? നമുക്ക് 2.5 കൊടുക്കാം. 2,50,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. ഓക്കെ. ആ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ 5 വർഷത്തേക്കുള്ള പേപ്പർ ചെയ്യാണ്ട്. ഇതിന്റെ പേപ്പർ പുതുക്കാണ്ടല്ലേ? ഓക്കെ. അത് പുതുക്കിയിട്ട് പിന്നെ ഇതിന് ചെയ്യേണ്ട പണികളൊക്കെ ചെയ്തിട്ട് 2.5 ഉറുപ്പിക്ക് നിങ്ങൾ കൊടുക്കും. അതെ. ഓക്കെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ കേട്ടോ. ഓക്കെ. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ. ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് ബ്രോ മോഡല്? 2013 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് G4 തന്നെയാണ്. G4 ആണ് അല്ലെ? 2013 കമ്പനിയിൽ നിന്ന് തന്നെ വന്നതാണ് ടൈപ്പ് 4. പിന്നെ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ല. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഇതും പറഞ്ഞ പോലെ ഹിസ്റ്ററി എടുത്തിട്ടില്ല. ഇല്ലല്ലേ? ഓട്ടം കറക്റ്റ് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അത് സ്റ്റേറ്റ് വണ്ടി ആകുമ്പോക്ക് പിന്നെ അപ്പനില്ലാത്ത വണ്ടികളാണ്. അത് മെയിൻ ആയിട്ട് ഇത് മാത്രം നോക്കിയാൽ മതിയല്ലേ? റീപ്ലേസ് കാര്യങ്ങള് അല്ല? അതെ. പിന്നെ ഈ കിലോമീറ്റർ എല്ലാം ബ്രോ ചെക്ക് ചെയ്യുന്ന ആൾക്ക് അറിയാൻ പറ്റൂലേ? ഈ ഓടിച്ച് നോക്കുമ്പോ മനസ്സിലാവൂലേ? അത് പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അറിയുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഓട്ടത്തിൽ തന്നെ. ഇത് റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട്, ബാക്ക് ഗ്ലാസും റീപ്ലേസ് ഉണ്ട് കേട്ടോ. ഈ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളത്, അല്ലാതെ ബോണറ്റ് റീപ്ലേസ് ഇല്ല, ഡിക്കി റീപ്ലേസ് ഇല്ല. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അങ്ങനെ അടിച്ച അടയാളം കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. തട്ടിയ ഒരു അടയാളം ഒന്നും കാണുന്നില്ല. ഇതൊക്കെ നിങ്ങള് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നമ്മള് നോക്കിയെടുത്തതാണ്. നിലവിലെ അതർ സ്റ്റേറ്റ് ആണ്, UP ആണ്. അതെ. ഇത് എത്രയാണ് ബ്രോ ആസ്ക് ചെയ്യുന്നത്? നമ്മൾ നമ്പർ ആക്കിയിട്ട് 680 ചോദിക്കുന്നത്. ഓക്കെ. ഇപ്പൊ നിലവിൽ ഇത് നമ്പർ ആയിക്കണോ? കേരള മലപ്പുറത്ത് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. വെയിറ്റ് ചെയ്യാണ്. അതെ. ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടില്ല. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ഇന്നോവ കാറാണ് നിങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത്? 2010 മോഡലാണ്. റീ രജിസ്റ്റർ ആണ്. ഏകദേശം ഒരു 5 വർഷം മുമ്പ് 5 കൊല്ലമായി ഇപ്പൊ കേരളത്തിൽ ഓടാൻ തുടങ്ങി. അതെ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്, അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. മൈനർ ആയിട്ട് മാറിയതാണ്. മേജർ തട്ടുമുട്ടൊന്നുമില്ല അല്ല? അതെ. ഓക്കെ. വണ്ടി കണ്ടീഷൻ കാര്യങ്ങളൊക്കെ? കണ്ടീഷൻ ഓക്കെയാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മിയ. എത്ര കൊടുക്കത്? ഇത് 490 ആസ്ക് ചെയ്യുന്നത്. 5 വർഷത്തേക്കുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 490 ആസ്ക് ചെയ്യുന്നത്. 2010 മോഡൽ. ഓക്കെ. ഇനിയിപ്പോ പേപ്പർ എടുത്തിട്ട് കൊടുക്കും. ഓപ്ഷൻ എന്നത് G4. ഓക്കെ. അപ്പൊ വാണം വിളിച്ചോ. ഒറിജിനൽ കേരള ഇന്നോവ ക്രിസ്റ്റ ആണ്. ഒരു വൈറ്റ് കളർ വണ്ടിയാണ്. ഇത് മാനുവൽ ഓട്ടോമാറ്റിക് വണ്ടി? മാനുവൽ ആണ്. ബി ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? ഇത് എത്ര മോഡലാണ് വരുന്നത്? 2017 ആണ്. നിലവില് 2,23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണോ? ഓക്കെ. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. അതെ. വേറെ തട്ടുമുട്ട് വരക്ക് കാര്യങ്ങൾ? റീപ്ലേസ് ഉണ്ട്. ഇതില് ബമ്പറും
റേഡിയേറ്റർ റീപ്ലേസ് ആക്സിഡന്റ് തന്നെയാണ്, മേജർ അല്ല മൈനർ ചെറിയ തട്ടുണ്ട്. അപ്പൊ വണ്ടി നോക്കുന്നവര് ഫുള്ള് വന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടാ മതി. അപ്പൊ ആ ഒരു കുറവ് ഇതിലുണ്ടാവും അല്ലെ? ആ ഒരു റീപ്ലേസ്മെന്റ് എന്തായാലും അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്. അതെ രണ്ടും റീപ്ലേസ് ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, അപ്പൊ എല്ലാ ഭാഗം നോക്കിയിട്ട് എടുത്താൽ മതി. എങ്ങനെയാണ് ഇത് പിന്നെ ചോദിക്കുന്നത് വില? 14,25 ചോദിക്കുന്നത്. 2017 ഒറിജിനൽ ക്രിസ്റ്റയാണ്, ബി ആണ് ഓപ്ഷൻ വരുന്നത്. 14,25 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്, മാക്സിമം വില പൊട്ടിച്ചേരും. ഇന്ന് നിങ്ങൾ സെക്കൻഡ് മാർക്കറ്റിൽ ക്രിസ്റ്റ എടുക്കുന്ന പൈസക്ക് ഇവിടെ ഒരു ബെൻസ് ML 350 ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത്? 2015 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2015 മോഡലാണ്. നിലവിലെ സിംഗിൾ ഓണർ ആണ്. ഇപ്പോ UP റൈസലിലാണ് വണ്ടി നിൽക്കുന്നത്. കേരള നമ്പർ ആക്കിയിട്ടില്ല. അത് ഇപ്പോ എടുക്കുന്ന ആള് ചെയ്യേണ്ടി വരും അല്ലേ? നിങ്ങളിപ്പോ NOC-ലാണ് കൊടുക്കുക. അതെ. ഇനി പേപ്പർ കാര്യങ്ങളൊക്കെ നമ്പറൊക്കെ എടുക്കുന്ന ആള് ചെയ്യണം. എങ്ങനെയാണ് ഇത് ആസ്ക് ചെയ്യുന്നത്? 13.5 ആസ്ക് ചെയ്യുന്നത്. 13.50 ആണ് നിങ്ങളെ റേറ്റ്, NOC-യുടെ റേറ്റ്. അതെ. മാക്സിമം വില കുറച്ചും കൊടുക്കും. അതെ. ഇനിയിപ്പോ ആരെങ്കിലും വന്നിട്ട് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില താത്തി കൊടുക്കും. അതെ. അപ്പൊ വേണമെങ്കിലും വിളിച്ചോ. ഇവിടെ ഒരു ഇന്നോവ കാർ, അതും കറുപ്പ് കളർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കറുപ്പ്. ഏത് വാഹനത്തിലായാലും കറുപ്പിന് 7 അഴകാണ്. അത് വേറെ തന്നെ ഒരു അല്ലെ? അതെ. എന്താ ലുക്ക് അല്ലെ? പിന്നെ ഇത് മോഡൽ കൂടിയൊരു വാഹനമാണ് കേട്ടോ. 2016 ഈ ഇന്നോവ കാർ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് മോഡൽ എത്ര വരുന്നത്? 2015 മോഡൽ, ഒരു കൊല്ലം മുമ്പ് ഇറങ്ങിയ വണ്ടി. ഇത് എങ്ങനെയാണ് ബ്രോ ഓട്ടം കാര്യങ്ങളൊക്കെ? ഇത് 2,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ജെനുവിൻ ആണ് കേട്ടോ. സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെ ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. ഇത് ഓട്ടത്തിൽ ഹിസ്റ്ററി ഉള്ള ഒരു വാഹനമാണ്. ജെനുവിൻ കിലോമീറ്റർ ആണെന്ന് മൂപ്പര് പറയുന്നുണ്ട്. ഈ ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാ? നിലവിൽ സെക്കൻഡ് ആണ്. റീ രജിസ്റ്റേർഡ് ആണ് കേട്ടോ. ഇത് ഓൾറെഡി ഇപ്പൊ നമ്പർ ആയ വണ്ടിയാണ്. ഏകദേശം ഒരു 6 വർഷം മുമ്പ് നമ്പർ ആയിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഏകദേശം ഒരു 5 കൊല്ലം ആയിട്ട് ഇവിടെ കേരളത്തിൽ ഓടുന്ന ഒരു വാഹനമാണ്. അതെ. അല്ലെ? വേറെ തട്ടുമുട്ട് വർക്കൊന്നുമില്ല. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. അപ്പൊ മിയ വാഹനമാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ, വണ്ടി പക്കാണ്. ഇത് എത്ര ആസ്ക് ചെയ്യണേ? 9 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കും അല്ലെ? ഓക്കെ, നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊട്ടിച്ചു തരും. അപ്പൊ പണം വിളിച്ചു. ചെറിയ ബഡ്ജറ്റിൽ ഒരു റിഡ്സ് കാർ, അതും ഡീസൽ വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? 2012 മോഡലാണ്. ഓപ്ഷൻ തന്നെ ഓപ്ഷൻ LDA ആണ്. പക്ഷെ അവർ പവർ വിൻഡോ കാര്യങ്ങൾ മെക്കാനിക് എന്തുപാട് വണ്ടി? മെക്കാനിക്കലി ഓക്കെയാണ്. അപ്പൊ ഇതുണ്ടായിരുന്നു, സ്റ്റിയറിംഗിന് ചെറിയ ടൈറ്റ് ഉണ്ടായിരുന്നു. എന്താണ് സ്റ്റിയറിംഗ് ഒരു ഭാഗത്തേക്ക് നല്ല ടൈറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അത് മൊത്തം സ്റ്റിയറിംഗ് ബോക്സ് മൊത്തം മാറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതിപ്പോ റിഡ്സ് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ 1.5 ലക്ഷം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ വരുന്ന ഒരു പ്രശ്നമാണ്. എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശരിയാക്കി. ഇപ്പോ റീസെന്റ് ഒരു പ്രശ്നമില്ല. വണ്ടി നിലവിലെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. അതെ. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. പെണ്ണടിച്ച ഓടാം. അതെ. എത്രക്ക് കൊടുക്ക? ഇത് 2.15 കൊടുക്കല്ലേ? എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാവോ? ചെയ്തു കൊടുക്കും അല്ലെ? അതെ. ഓക്കെ, വാങ്ങാൻ വിളിച്ചോ. ഇവിടെ ഒറിജിനൽ കേരള ഇന്നോവ കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും വൈറ്റ് കളർ. വൈറ്റ് ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. എല്ലാവരും ഫസ്റ്റ് ഇന്നോവ കാർ നോക്കുമ്പോ വൈറ്റ് കളറെ മെയിൻ ആയിട്ട് നോക്കുള്ളൂ അല്ലെ? അതെ. ഇത് എങ്ങനെയാണ് ബ്രോ? 2010 മോഡലാണ്. ഒറിജിനൽ കേരള ആണ്. 2010 ആണ്. പറയും. ഞാൻ 5 വർഷത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 4,90 ചോദിക്കുന്നത്. 4,90 ചോദിക്കുന്നുണ്ട് അല്ലെ? അതെ. വണ്ടി റീപ്ലേസ് എന്തുകൊണ്ടാ? റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലെ? ഓട്ടോ എല്ലാം എത്ര ഉണ്ടാവും? ഓട്ടോ 1.85 ആണ് മീറ്ററിൽ. ഒന്ന് ചെക്ക് ചെയ്യണം ജെനുവിനാണോ അല്ലേ എന്നുള്ളത് പറയാൻ കഴിയില്ല അല്ലെ? അതെ. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിലും നോക്കിക്കോട്ടോ, വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ. 4,90 ആസ്ക് ചെയ്യുന്നത്. വില താത്തി തരും. ഇവിടെ ഒരു 7 സീറ്റ് വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. മഹീന്ദ്രന്റെ TUV അല്ലെ? അതെ. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2016 ആണ്. നിലവില് സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. നമുക്ക് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1.10 ഓടിയിട്ടുള്ളൂ. 1.10 ജെനുവിൻ കിലോമീറ്റർ ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങൾ തട്ടുമുട്ട് ഇല്ല, ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ വരുന്നത്? T8 ഏറ്റവും ടോപ്പ് ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത്. T8 ആണ്. ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കമ്പനിയിൽ നിന്ന് വരുന്നത് അല്ലേ? ഓക്കെ. ഇത് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.15 ആണ്. 5.15 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട്. ഓക്കെ, അപ്പോ പണം വിളിച്ചോ. വീണ്ടും ഒരു ഇന്നോവ കാർ. ഇതുവരെ നിങ്ങൾ കാണിച്ചത് G4 ആണ്. ഇവിടെ കാണിക്കുന്നത് V ഓപ്ഷൻ ആണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ? ഇത് 2014 മോഡലാണ്. ഓക്കെ. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്.
റീവണ്ടിയാണ്. റീവണ്ടിയാണ്. ഓൾറെഡി ഇപ്പൊ KL10 നമ്പർ മാറിയ ഒരു വാഹനമാണ്. അതെ. തട്ടുമുട്ട് റീപ്ലേസ് ഇല്ല, അത് കാറായിട്ട് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല അല്ല. ഇതൊരു ഇന്റർകൂളർ വണ്ടിയാണ്. അതെ അതെ അല്ല. ഓക്കെ. ഒരു 2-3 കിലോമീറ്റർ ഒക്കെ മൈലേജ് കൂടുതൽ കിട്ടും ഇന്റർകൂളർ ആകുമ്പോക്ക്. അതെ അതെ. വേറെ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. പക്കാണല്ലോ. കിലോമീറ്റർ എത്രയാണ്? 2,30,30,000 ഓടിയിട്ടുണ്ട്. പക്ഷെ അത് ജെനുവിനാണ്. ജെനുവിൻ കിലോമീറ്റർ. അതെ. എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം? നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഓക്കെ. പക്ക ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. അതെ അതെ. ഇത് എങ്ങനെയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മള് 8,70,70,000 ചോദിക്കുന്നത്. 8,70 ചോദിക്കുന്നുണ്ട്. അതെ. നെഗോഷ്യബിൾ ആണ്. ഇവിടെ ഒറിജിനൽ കേരള ഹോണ്ട സിറ്റി ആണ്. ഒരു പെട്ടി പീസാണ് കേട്ടോ. ആകെ എത്ര ഓടിയിട്ടുള്ളത് വണ്ടി? 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ. എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2017 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. അതെ. വേറെ തട്ടുമുട്ടി റീപ്ലേസ് കാര്യങ്ങൾ ഇല്ല, ഒന്നുമില്ല. മിയാ. അതെ. ഓക്കെ. ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? വി ആണ് ഓപ്ഷൻ വരുന്നത്. വി ആണല്ലോ. ഒരു പെട്രോൾ വാഹനമാണ്. അതെ. ഓക്കെ. എത്ര ആസ്ക്? 6 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില കുറച്ച് തരും കേട്ടോ. ഓക്കെ. ഇവിടെ ഒരു മാരുതി കാർ കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ? 2010 മോഡലാണ്. ഓക്കെ. AC-യും പവർ സ്റ്റിയറിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. അതെ. ഓക്കെ. നിലവില് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അതെ. ഇതിൽ പവർ സ്റ്റിയറിംഗ് പിന്നെ കമ്പനി വന്നതല്ലേ ഇത്? അതെ അതെ. ഓക്കെ. എക്സ്ട്രാ ചെയ്തോന്നല്ലോ? അല്ലല്ല. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. വേറെ തട്ടുമുട്ട് പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര കൊടുക്ക ഇത്? ഇതൊരു 80 രൂപ കൊടുക്കാം. 80 രൂപ കൊടുക്കാം. ലാസ്റ്റ് ആണോ അല്ല കുറയോ? ഏകദേശം ലാസ്റ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാല്ല. വെറുതെ. ഇത് ഓട്ടോ എത്ര ഉണ്ടാവും? അത് ജെനുവിൻ ആണോന്ന് അറിയില്ല. ജെനുവിൻ ഓട്ടോ എന്ന് പറയാൻ കഴിയില്ല. എത്ര മീറ്ററിൽ കാണിക്കുന്നല്ലേ? മീറ്ററിൽ 1 കാണിക്കണുള്ളൂ. അതാണ് ജെനുവിൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ആരെങ്കിലും വന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. ഓക്കെ. വണ്ടി വേറെ മെക്കാനിക്ക് ഫിറ്റ് അല്ലേ? ഫിറ്റ് ആണ്. എല്ലാ ഭാഗവും ഫിറ്റ് ആണ്. ഒന്നും നോക്കാനൊന്നുമില്ല. കണ്ണിച്ച് മീറ്റ് എടുക്കാം. ഓട്ടത്തിന്റെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഫോർച്യൂണർ, അതും 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? 2013 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. റീ ആണ് വണ്ടി കേട്ടോ. വണ്ടി ഓൾറെഡി ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട്. 2013 ആണ് മോഡൽ. വേറെ റീപ്ലേസ് റീപ്ലേസ് ഇല്ല. ഒരു സാധനം മാറിയിട്ടില്ല. ധൈര്യമില്ല. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് അല്ലേ? അതെ അതെ. ധൈര്യമായിട്ട് എടുക്കാം. നല്ല കിതുമത്തിന്റെ വണ്ടി. അതെ. പെട്ടി പീസ്. അതെ. എത്ര കൊടുക്കുക? 12,75 കൊടുക്കാം. 2013 2 വീൽ ഓട്ടോമാറ്റിക്. അതെ. അതും ഒരു പരിക്കില്ലാത്ത ഒരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി. സെക്കൻഡ് സ്വിഫ്റ്റ് കാർ വാങ്ങുന്ന പൈസക്ക് BMW 5 സീരീസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മാക്സിമം നല്ല മൈലേജും ഇതിൽ കിട്ടും കേട്ടോ. കൂടുതൽ കിട്ടും. എങ്ങനെയാണ് ബ്രോ ഇത്? നിലവിലെ സെക്കൻഡ് ഓണർ ആണ്. 2009 മോഡല്. 2009 പേപ്പറൊക്കെ അതിന് 4 വർഷത്തെ പേപ്പർ ഉണ്ട്. എടുത്തതാണ്. ഓക്കെ. 1,20,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണ്. വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ്. അതെ. ഇപ്പൊ ഏതൊരാൾക്കും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു വാനാണ്. അതെ. അല്ല. ഓക്കെ. മൂപ്പര് നല്ല അഭിപ്രായമാണ് ഈ വണ്ടിക്ക് പറയുന്നത്. നമ്മൾ ഉപയോഗിച്ച് നോക്കിയതാണ്. അതെ. കണ്ണ് ചിമ്മീറ്റ് എടുക്കാന്നല്ലേ പറയുന്നല്ലേ? അതെ. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? 5,75 കേട്ടോ. 5,75 കൊടുക്കാം. അതെ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. വില കുറച്ച് കൊടുക്കൂലേ? നെഗോഷ്യബിൾ ആണ്. നല്ലൊരു അടിപൊളി ഡസ്റ്റർ 85 ആണ് വണ്ടി. എങ്ങനെയാണ് ബ്രോ ഇത്? 2015 മോഡലാണ്. നിലവില് സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. ഇല്ല. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ. എത്ര കൊടുക്കുക ഇത്? ഇതൊരു 4,40 കൊടുക്കുക. 4,40 കൊടുക്കുക. 2015 85 അല്ല. നല്ല ബൂട്ട് സ്പേസ്, മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്ന ഒരു വാഹനം കൂടി നിങ്ങൾക്ക് കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചോ. പിന്നെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് പ്ലേസ് വരുന്നത് വള്ളാമ്പ്രാണ്. വള്ളാമ്പ്രത്ത് നിന്ന് മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് റോഡിന്റെ സൈഡ് തന്നെയാണ്, കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ മഞ്ചേരി റോട്ടിൽ കയറണ്ട, നേരെ മലപ്പുറം റോട്ടിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ. ഇനിയിപ്പോ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിലും മലപ്പുറത്ത് കൊണ്ടോട്ടി റോട്ടിൽ അല്ലേ? 10 കിലോമീറ്റർ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ ബ്രോ ഇത് നമുക്ക് ഇതിന്റെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് നിസാന്റെ സണ്ണി ചായൻ. അതെ. ഇത് എത്ര മോഡലാണ് വരുന്നത്? 2016 ആണ്. 16 ഡീസൽ വണ്ടി. അതെ. ഇത് കേരള വണ്ടിയാ? കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. നിലവിലെ സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ക്വാളിറ്റി ഒക്കെ എങ്ങനെയാ? ക്വാളിറ്റി പക്കയാണ്. പക്ക മിയാ. അതെ. അല്ല. അതെ. ഓക്കെ. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നും. എത്ര കൊടുക്ക ഇത്? ഇതൊരു 3.5 കൊടുക്കാം. 3.5
ലാസ്റ്റ് ആണ് അല്ല നെഗോഷ്യബിൾ. എന്തെങ്കിലും മാറ്റം ഉണ്ടാവും അല്ലെ? ഓക്കെ. 3.5 രൂപ ചോദിക്കുന്നുണ്ട്, വില നെഗോഷ്യബിൾ ആണ്, മാക്സിമം വില പൊട്ടിച്ചു തരും കേട്ടോ. ഈ വണ്ടി എന്നല്ല, ഇവിടെ കാണിച്ച എല്ലാ വാഹനങ്ങൾക്കും വില കുറച്ചു തരും, ഫിക്സ് റേറ്റ് ഒന്നല്ല. അതെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. ഓക്കെ ബ്രോ. ഓക്കെ, ബ്രോ.